എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സെറോദയുടെ കൈറ്റ് എന്ന ആപ്ലിക്കേഷൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ്. അതായത് നമുക്ക് എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാൻ സാധിക്കും, വിഡ്രോ ചെയ്യാൻ സാധിക്കും, കൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ സ്റ്റോക്ക് ബൈ ചെയ്യാൻ സാധിക്കും, സെല്ല് ചെയ്യാൻ സാധിക്കും, അതുപോലെ നമുക്ക് ഇൻട്രാഡേയിൽ എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിക്കും, അതുപോലെ ഇൻട്രാഡേയിൽ തന്നെ നമുക്ക് എങ്ങനെ ഷോർട്ട് സെല്ല് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സെറോദയുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു പേജാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് ഫണ്ട് ആഡ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കൊരു പ്രൊഫൈൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ഫണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ആഡ് ഫണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. എത്ര രൂപയാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഏത് പേയ്മെൻറ്റ് മെത്തേഡാണോ, UPI ആണോ, ഗൂഗിൾ പേ ആണോ, നെറ്റ് ബാങ്കിങ് ആണോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള ഫണ്ട് നമുക്കിനി വിഡ്രോ ചെയ്യണമെങ്കിൽ ഇവിടെ വിഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്ര രൂപയാണ് വിഡ്രോ ചെയ്യേണ്ടത് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ റെഗുലർ ആണെങ്കിൽ നമുക്ക് 24-48 മണിക്കൂറിന് ഉള്ളിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് നമ്മളിപ്പോൾ എത്ര രൂപയാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് ആ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് തന്നെ വേണം, ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഇൻസ്റ്റൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് മാക്സിമം 2 ലക്ഷം രൂപയാണ് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് വിഡ്രോ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഫീസ് ഈടാക്കുന്നതാണ്. ഏതാണ്ട് ഒരു 30 രൂപ മാക്സിമമാണ് നമുക്ക് ഫീസായിട്ട് വരുന്നത്. അതുപോലെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കൺസോളിൻ്റെ അവിടെയായിട്ട് P&L എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ P&L സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ P&L സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ITR ഫയലിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ടാക്സ് P&L അക്കൗണ്ടൊക്കെ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ആക്കുന്ന ഇങ്ങനത്തെ ഒരു വാച്ച് ലിസ്റ്റാണ്. ഇവിടെ 7 വാച്ച് ലിസ്റ്റുകളാണുള്ളത്. നമുക്ക് ഈ വാച്ച് ലിസ്റ്റുകളെല്ലാം നമുക്ക് ഓരോ സ്റ്റോക്കുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വാച്ച് ലിസ്റ്റിൽ എങ്ങനെയാണ് സ്റ്റോക്ക് ആഡ് ചെയ്യുന്നതിന് കണ്ടു നോക്കാം. ഇവിടെ സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ റിലയൻസ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ NSE എന്നും BSE എന്നും ഉണ്ട്, കാരണം NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് NSEയും BSE എന്നും കാണുന്നത്. അപ്പോൾ ഞാനിവിടെ NSE സെലക്ട് ചെയ്തു. നോക്കുമ്പോൾ ഇവിടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ വാച്ച് ലിസ്റ്റിൽ ആഡ് ആയതിനെ നമുക്കിപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒന്ന് പ്രസ് ചെയ്യുക, ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു കമ്പനിയെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ റിലയൻസ് തന്നെ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ റിലയൻസ് എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. സെലക്ട് ചെയ്തു. നമുക്കിവിടെ എന്താണ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിൽ നമുക്കിവിടെ ചാർട്ട് കാണാൻ സാധിക്കും. വ്യൂ ചാർട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചാർട്ട് കാണാൻ സാധിക്കും. നമുക്കിതിപ്പം മന്ത്ലി, ഇയർലി ഒക്കെ ആക്കി കൊടുക്കാം. ഇവിടെ ക്യാൻഡിലാണ്, നമുക്കത് ബാർ ഡയഗ്രമായിട്ട് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈൻ ഒക്കെ ആയിട്ട് മാറ്റാൻ സാധിക്കും. നമുക്ക് 1 ഡേ എന്നുള്ളത് വീക്കിലി ഒക്കെ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഡേ റേഞ്ച്, ഡെയിലി ലോ പ്രൈസ് എത്രയായിരുന്നു 1314, ഹൈ പ്രൈസ് 1345 കാണാൻ സാധിക്കും. അതുപോലെ വോളിയം, ആവറേജ് ട്രേഡഡ് പ്രൈസ് കാണാൻ സാധിക്കും. നമ്മൾ ലോങ് ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒരു കമ്പനിയെക്കുറിച്ച് ഫണ്ടമെൻ്റലി പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഫണ്ടമെൻ്റൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. നമ്മൾ ടിജോരി എന്നുള്ള ആപ്പിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. നമ്മുടെ വ്യൂ മോർ ഇൻഫോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. കമ്പനിയെക്കുറിച്ചുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് വേണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ സെലക്ട് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഗ്രോത്ത് ടേബിൾ, അതുപോലെ ബാലൻസ് ഷീറ്റ്, നമുക്ക് കുറേ ചാർട്ട് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനും ഫണ്ട് അനാലിസിസ്, അതുപോലെ P&L അക്കൗണ്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മളിപ്പം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനല്ല, ഒരു ഷോർട്ട് ടൈം ഒക്കെ ആണെങ്കിൽ നമുക്ക് ടെക്നിക്കൽ അനാലിസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിനുള്ള അസിസ്റ്റൻസും കൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇൻട്രാഡേയിൽ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന റിലയൻസ് ആണ്. അപ്പം ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ബേസിസിൽ റിലയൻസിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ ഇന്നത്തെ ദിവസം മുകളിലേക്ക് പോകുന്നുള്ളൊരു വ്യൂവിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ബൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ NSE BSE എന്നുള്ള ഓപ്ഷനുണ്ട്. NSE സെലക്ട് ചെയ്യുന്നു, റെഗുലർ സെലക്ട് ചെയ്യുന്നു, എത്ര ക്വാണ്ടിറ്റി ആണെന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് 3 രീതി ബൈ ചെയ്യാം. ഇത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1331 രൂപയാണ്. അപ്പോൾ ഞാനിവിടെ അതിലും കുറഞ്ഞ പ്രൈസിൽ ഒരു 1320 വേണേൽ നമുക്ക് ബൈ ചെയ്യാം. അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കും.
അല്ലെങ്കിൽ നമുക്ക് അതിലും കൂടിയ പ്രൈസിൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടി ഒരു 1350 ആകുമ്പോൾ 1350 ആകുമ്പോൾ ബൈ ചെയ്യുന്നു, അതിലും കൂടുതൽ പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് ആൾ ബൈ ചെയ്യുന്നത്. നമുക്ക് 3 രീതിയും 1 by 1 ആയിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് നമ്മൾ റെഗുലർ സെലക്ട് ചെയ്തു, ക്വാണ്ടിറ്റി ഞാൻ ഒന്ന് സെലക്ട് ചെയ്തു. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1331 അതിലും കുറഞ്ഞൊരു 1320 ഞാൻ ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി എത്രയാണ്, റെഗുലർ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നു, എത്ര ക്വാണ്ടിറ്റിയാണ്, അതുപോലെ ലിമിറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു, ഇൻട്രാഡേ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഒന്നും ഫിക്സ് ചെയ്യേണ്ട, സ്വൈപ്പ് ടു ബൈ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പോർട്ട്ഫോളിയോയിൽ പൊസിഷൻ നോക്കുകയാണെങ്കിൽ കാണത്തില്ല, കാരണം ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല. നമുക്ക് ഓർഡറിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓർഡർ കാണാൻ സാധിക്കും. നമ്മൾ ലിമിറ്റിലാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്. 1331 ആയിരുന്നു കറണ്ട് മാർക്കറ്റ് പ്രൈസ്. നമ്മൾ 1320 നമ്മുടെ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. ഇന്നത്തെ ദിവസം ഈ 1320 വന്നില്ലെങ്കിൽ നമ്മുടെ ഈ ഓർഡർ എക്സിക്യൂട്ട് ആകത്തില്ല, അത് ക്യാൻസൽ ആയി പോകുന്നതായിരിക്കും. ഇനി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാനിത് സെലക്ട് ചെയ്തത്. ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിലും കൂടിയ മാർക്കറ്റ് വിലയിലാണ് നമുക്ക് സ്റ്റോക്ക് ബൈ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ആദ്യം റെഗുലർ സെലക്ട് ചെയ്തു, എത്ര ക്വാണ്ടിറ്റിയാണ് സെലക്ട് ചെയ്തു. ആ സമയം നമ്മൾ ഇൻട്രാഡേ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു 1350 സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ട്രിഗർ പ്രൈസ് ആയിട്ട് ഇവിടെ 1350 കൊടുത്തു. അതുപോലെ ലിമിറ്റ് പ്രൈസ് ഞാൻ 1350 കൊടുത്തു. നമ്മൾ ഒരിക്കലും ലിമിറ്റ് പ്രൈസ് ട്രിഗർ പ്രൈസിനെക്കാട്ടിലും കുറവ് കൊടുക്കാൻ പാടില്ല. ഇപ്പം സെയിം ടു സെയിം കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അതായത് ലിമിറ്റ് പ്രൈസ് നമ്മൾ കുറവ് കൊടുക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 1350 പകരം 1349 കൊടുത്തു, സ്വൈപ്പ് ടു ബൈ കൊടുത്തു. ഇവിടെ എന്താ, പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ട്രിഗർ പ്രൈസ്. ട്രിഗർ പ്രൈസ് എപ്പോഴും കൂടുതലായിരിക്കണം അല്ലെങ്കിൽ സെയിം ആയിരിക്കണം. അപ്പോൾ 1350 തന്നെ ഞാൻ കൊടുത്തു. നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിലും കൂടുതലാണ് ബൈ ചെയ്യുന്നെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി റെഗുലർ സെലക്ട് ചെയ്തു, ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് കൊടുത്തു. അതിനുശേഷം ഇൻട്രാഡേ സെലക്ട് ചെയ്തു, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തു. അതിനുശേഷം സ്വൈപ്പ് ടു ബൈ എന്ന് ക്ലിക്ക് ചെയ്തു. ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ഈ ഓർഡർ നമുക്ക് പൊസിഷനിൽ കാണാൻ സാധിക്കില്ല, കാരണം അത് എക്സിക്യൂട്ട് ആയിട്ടില്ല. നമുക്കത് ഓർഡറിൽ കാണാൻ സാധിക്കും. അത് 1350 പ്രൈസ് ആകുമ്പോഴത്തേനും ഇന്നാകുകയാണെങ്കിൽ അത് എക്സിക്യൂട്ട് ആകും, അല്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകുന്നതാണ്. അതുപോലെ നമുക്കിത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ എങ്ങനെ മേടിക്കാൻ നോക്കാം. നമ്മൾ റെഗുലർ സെലക്ട് ചെയ്തു, ക്വാണ്ടിറ്റി എത്ര എണ്ണമാണെന്ന് സെലക്ട് ചെയ്തു, ഇവിടെ ലിമിറ്റിൻ്റെ ഇവിടെ മാർക്കറ്റ് പ്രൈസ് എന്ന് കൊടുത്തു, ഇൻട്രാഡേ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്വൈപ്പ് ടു ബൈ എന്ന് സെലക്ട് ചെയ്തു. കംപ്ലീറ്റഡ്. നമ്മുടെ ഈ ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ പൊസിഷനിൽ കാണാൻ സാധിക്കും, കാരണം നമ്മൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിലാണ് ഇത് ബൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി ബൈ ആയിരിക്കുന്ന 1329 രൂപയ്ക്കാണ്. ഇപ്പോൾ ഇത് പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ ഇത് വിൽക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതി വിൽക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മൾ സെലക്ട് ചെയ്യുന്നു, എക്സിറ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ തന്നെ, ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിൽ തന്നെ വിൽക്കാനുള്ള ഓപ്ഷനുണ്ട്. റെഗുലർ സെലക്ട് ചെയ്യുന്നു, ക്വാണ്ടിറ്റി, മാർക്കറ്റ് ഓർഡർ, ഇൻട്രാഡേ, സ്വൈപ്പ് ടു സെൽ. അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റിൽ ഇപ്പം 1329 നമ്മൾ ബൈ ചെയ്തത്. അപ്പം 1350 ആകുമ്പോൾ നമുക്ക് ബൈ ചെയ്യാം. അത് നമ്മൾ റെഗുലർ സെലക്ട് ചെയ്തു, ക്വാണ്ടിറ്റി ഒന്നാണുള്ളത്, അത് സെലക്ട് ചെയ്തു, 1350 എന്ന് കൊടുത്തു, ഇൻട്രാഡേ സെലക്ട് ചെയ്തു. നമ്മൾ ലിമിറ്റ് ഓർഡർ ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്വൈപ്പ് ടു സെൽ എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പം പ്ലേസ് ആയിട്ടുണ്ട്. പോർട്ട്ഫോളിയോ വരില്ല, ഓർഡറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പം ഇന്ന് 1350 പ്രൈസ് വരുവാണെങ്കിൽ ഇത് വിറ്റ് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇത് ക്യാൻസലായി പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ക്വാണ്ടിറ്റി റിലയൻസിൻ്റെ ഒരു സ്റ്റോക്ക് മേടിച്ചത് 1329 ഇതിൻ്റെ പ്രൈസിനെ താഴേക്ക് പോകുവാണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റോപ്പ് ലോസ് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. എക്സിറ്റ് കൊടുത്തു, ക്വാണ്ടിറ്റി എത്രയാണോ സെലക്ട് ചെയ്ത് കൊടുത്തു, ഇൻട്രാഡേ സെലക്ട് ചെയ്തു, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1329 മേടിച്ചത്. ഒരുത്ത 1310 വരെ കുഴപ്പമില്ല, നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് 1310 വരെ 10 സെലക്ട് ചെയ്യുന്നു. അപ്പോൾ 1310 വരെ പ്രൈസ് താഴോട്ട് വന്ന കുഴപ്പമില്ല, പക്ഷേ 1310 ആയി കഴിയുമ്പോഴത്തേനും സെല്ല് ചെയ്യുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തൊക്കെയാണ് സെലക്ട് ചെയ്തത്? റെഗുലർ സെലക്ട് ചെയ്തു, ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു, ഇൻട്രാഡേ സെലക്ട് ചെയ്തു, അതുപോലെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സ്വൈപ്പ് ടു സെൽ എന്ന് ക്ലിക്ക് ചെയ്യുക. ഓർഡർ നോക്കുക, നമുക്കിവിടെ കാണാൻ സാധിക്കും റിലയൻസ് ട്രിഗർ 1310, അതായത് ഇപ്പം നമ്മൾ 1329 മേടിച്ചത്. 1310 വരെയുള്ള നഷ്ടം കുഴപ്പമില്ല, 1310 ആകുമ്പോഴത്തേക്കും ഇത് സെല്ലായി പോവുക ഇന്നത്തെ ഒരു ദിവസം. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ എങ്ങനെ സെല്ല് ചെയ്യാം എന്ന് കണ്ടു നോക്കാം. എക്സിറ്റ് കൊടുത്തു, റെഗുലർ ക്വാണ്ടിറ്റി നമ്മൾ വേറൊന്നും ചെയ്യേണ്ട, മാർക്കറ്റ് പ്രൈസ് തന്നെ കൊടുത്തു, ഇൻട്രാഡേ കൊടുത്തു, സ്വൈപ്പ് ടു സെൽ എന്ന് കൊടുത്തു.
നമ്മൾ ഈ സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മങ്ങിയ കളറിലാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ഈ സ്റ്റോക്ക് സെല്ല് ചെയ്തു. നമ്മൾ ഓൾറെഡി ഇൻട്രാഡേയിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് കണ്ടു. അതുപോലെ ഇൻട്രാഡേയിൽ എങ്ങനെ ഷോർട്ട് സെല്ല് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് റിലയൻസ് തന്നെയാണ്. ഇപ്പോൾ ഷോർട്ട് സെല്ല് ചെയ്യുന്ന ഒരാളുടെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലയൻസിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ ഇന്നത്തെ ദിവസം കുറയും എന്നുള്ള ഒരു അസംഷനിലാണ് അവർ ഇൻട്രാഡേയിൽ ഷോർട്ട് സെല്ല് ചെയ്യുന്നത്. അപ്പം ഷോർട്ട് സെല്ല് ചെയ്യുന്നതിന് ശേഷം ഈവനിങ് 3:30 മുമ്പ് അവരോട് ബൈ ചെയ്യുന്നു. അപ്പോൾ ഈ ബൈയുടെയും സെല്ലിൻ്റെയും ഇടയ്ക്കുള്ള ഡിഫറൻസ് ആണ് ഇവർക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. നമ്മൾ സെല്ല് സെലക്ട് ചെയ്യുന്നു. റെഗുലർ NSE BSE ഉണ്ട്. നമ്മൾ NSE സെലക്ട് ചെയ്യുന്നു. റെഗുലർ സെലക്ട് ചെയ്യുന്നു. എത്ര ക്വാണ്ടിറ്റിയാണ് സെലക്ട് ചെയ്യുന്നു. നമുക്കുണ്ടെങ്കിൽ മാർക്കറ്റ് ഓർഡറിൽ ബൈ ചെയ്യാം. ക്വാണ്ടിറ്റി എത്രയാണ്, മാർക്കറ്റ് ഓർഡർ ഇൻട്രാഡേ കൊടുത്തിട്ട് സ്വൈപ്പ് ടു സെൽ നമ്മൾ ഓൾറെഡി കണ്ട പോലെ. അല്ലെങ്കിൽ നമുക്ക് പൈസ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയിൽ നമുക്ക് സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ കൂടിയ വിലയിൽ സെല്ല് ചെയ്യാം. ഇപ്പം നമ്മൾ കൂടിയ വിലയിലാണ് സെല്ല് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ 1331 കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത്. ഒരു 1360 സെലക്ട് ചെയ്തു. റെഗുലർ സെലക്ട് ചെയ്തു. എത്ര ക്വാണ്ടിറ്റി ആണുള്ളത് സെലക്ട് ചെയ്തു. 1360 സെലക്ട് ചെയ്തിട്ടു. ഇൻട്രാഡേ സെലക്ട് ചെയ്തു. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒന്നും ഫിക്സ് ചെയ്യേണ്ട. സ്വൈപ്പ് ടു സെൽ എന്ന് ക്ലിക്ക് ചെയ്തു. പ്ലേസ് ആയിട്ടുണ്ട്. നമുക്ക് ഓർഡർ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും. 1331 മാർക്കറ്റ് പ്രൈസ്. 1360 വരുവാണെങ്കിൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആകും, സെല്ലാവും, ഓർഡർ എക്സിക്യൂട്ട് ആകും. അതിനുശേഷം അതിൻ്റെ പ്രൈസ് 1360 വന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റാണ്. എന്നിട്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് ലോസാണ്. അപ്പോൾ ഈ 1360 പ്രൈസിൽ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ, ഇന്നത്തെ ദിവസം ഇത് ഇൻട്രാഡേ ആണല്ലോ, ഇന്നത്തെ ദിവസം വന്നിട്ടില്ലെങ്കിൽ ഈ ഓർഡർ ക്യാൻസൽ ആവുന്നതായിരിക്കും. എന്നിട്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 1331. അതിലും കുറഞ്ഞ പ്രൈസിൽ നമ്മൾ സെല്ല് ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ എടുക്കണം. സ്റ്റോപ്പ് ലോസ് സെലക്ട് ചെയ്തു. ഇപ്പോൾ 1331. ഞാനൊരു 1300 കൊടുക്കുകയാണ്. ലിമിറ്റും 1300 കൊടുത്തു. അപ്പോൾ 1331. ഇപ്പോൾ 1300 വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ സെല്ല് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. നമ്മളിവിടെ എന്തൊക്കെയാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്, ക്വാണ്ടിറ്റി കൊടുത്തു, അതുപോലെ തന്നെ ഇൻട്രാഡേ സെലക്ട് ചെയ്തു, സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്ത് കൊടുത്തു. ലിമിറ്റിൻ്റെ അവിടെ നമ്മൾ 1300 കൊടുത്തു. സ്വൈപ്പ് ടു സെൽ എന്ന് കൊടുത്തു. ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. നമുക്ക് ഓർഡർ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. 1300. ഇപ്പോഴത്തെ 1330. 1300 വന്നു കഴിഞ്ഞിട്ടും അതിലും താഴോട്ട് സ്റ്റോക്കിൻ്റെ വാല്യൂ കുറയുമെന്ന് വിചാരിക്കുന്നവരാണ് ഈ പ്രൈസിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പം 1300 പൈസ വന്നിട്ടില്ലെങ്കിൽ ഈ ഓർഡർ ഇന്നത്തെ ദിവസം ക്യാൻസൽ ആവുന്നതാണ്. ലാസ്റ്റായിട്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ എങ്ങനെ വാങ്ങാൻ നോക്കാം. റെഗുലർ സെലക്ട് ചെയ്തു. ക്വാണ്ടിറ്റി വന്നു. നമ്മൾ ലിമിറ്റിൻ്റെ ഇവിടെ മാർക്കറ്റ് പ്രൈസ് കൊടുത്തു. ഇൻട്രാഡേ സെലക്ട് ചെയ്തു. നമ്മൾ സ്റ്റോക്ക് വേറെ ഒന്നും ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വൈപ്പ് ടു സെല്ലിന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഹോൾഡിങ്സ് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും. ഇവിടെ മൈനസ് എന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളോട് സെല്ല് ചെയ്യുവാണ് ചെയ്തിരിക്കുന്നത്. 1330 വിലയുള്ള റിലയൻസിൻ്റെ ഒരു സ്റ്റോക്കാണ് നമ്മളിപ്പോൾ ഇവിടെ സെല്ല് ചെയ്തിരിക്കുന്നത്. ഇപ്പം 1330 നിന്നും പ്രൈസ് താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റാണ്, മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ഇത് ഇൻട്രാഡേ ആണ്, 1 ഡേ ആണ് വാലിഡിറ്റി വരുന്നത്. ഇന്ന് ഈവനിങ് ഉള്ളിൽ നമ്മളിത് ബൈ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ ഓർഡർ ക്യാൻസലായി പോകുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ എക്സിറ്റ് ചെയ്യാമെന്ന് കണ്ടു നോക്കാം. എക്സിറ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 1330 ബൈ ചെയ്തത്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1328. നമുക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസ് വേണമെങ്കിൽ നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റിൽ നമ്മൾ 1330 സെല്ല് ചെയ്തത്. അപ്പോൾ 1300 നമുക്ക് ബൈ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ റെഗുലർ സെലക്ട് ചെയ്തു, ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു, ലിമിറ്റ് കൊടുത്തു, ഇൻട്രാഡേ കൊടുത്തു, സ്വൈപ്പ് ടു ബൈ. നമ്മൾ ഓർഡർ നോക്കുവാണെങ്കിൽ നമ്മുടെ ബൈ ഓർഡർ ഇവിടെ കാണാൻ സാധിക്കും. കാരണം 1300 പ്രൈസ് വന്നിട്ടില്ല. ഇപ്പോഴും 1328 27 നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഓർഡറിൽ വന്ന് കിടക്കുന്നത്, നമ്മുടെ ഹോൾഡിങ്സിൽ വരാത്തത്. ഇപ്പോൾ ഇന്നത്തെ ദിവസം 1300 വരുവാണെങ്കിൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും, അല്ലെങ്കിൽ ഓർഡർ ക്യാൻസൽ ആയിപ്പോവും. അതുപോലെ നമുക്ക് ഈ ഓർഡറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതായത് 1330 പ്രൈസ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. അപ്പം നമുക്ക് നഷ്ടം ഒരു ലിമിറ്റ് വരെ ആയിട്ട് നമുക്ക് പരിമിതീകരിക്കാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ എക്സിറ്റ് സെലക്ട് ചെയ്തു. റെഗുലർ ക്വാണ്ടിറ്റി ഒന്നാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ 1330 മേടിച്ചത്. ഇപ്പോൾ ഒരു 1360 വരെ പൈസയായി കുഴപ്പമില്ല. അത്രയും 30 രൂപ നഷ്ടം നമുക്ക് കുഴപ്പമില്ല. 1360 വരെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പം 1330 നമ്മൾ ബൈ ചെയ്തത്. ഇപ്പം പ്രൈസ് കൂടി 1360 വരെ ആകുവാണെങ്കിൽ പ്രോബ്ലം ഇല്ല, 30 രൂപ നഷ്ടം പ്രോബ്ലം ഇല്ല. 1360 ആകുമ്പോഴത്തേനും പ്രൈസ് ആകുമ്പോഴത്തേനും ബൈ ചെയ്യുക എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തത്. നമ്മൾ സ്വൈപ്പ് ടു ബൈ എന്ന് ക്ലിക്ക് ചെയ്തു. പ്ലേസ് ആയിട്ടുണ്ട്.
നമുക്ക് ഓർഡറിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ 1330-നാണ് നമ്മൾ ബൈ ചെയ്തത്. അപ്പോൾ അത് പ്രൈസ് കൂടിപ്പോയി 1360 ആയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകും. 30 രൂപ നഷ്ടം പ്രോബിൾ ഇല്ല. പക്ഷെ അതിലും കൂടിപ്പോകാൻ പാടില്ല. അപ്പോൾ 1360 ആകുമ്പോഴത്തേനും ബൈ ചെയ്യുക എന്നാണ് ഈ ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിനി കാണാൻ പോകുന്ന സ്റ്റോക്ക് എങ്ങനെ ബൈ ചെയ്യാനും സെല് ചെയ്യാനും സാധിക്കുമെന്നാണ്. ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്ന റിലയൻസിൻ്റെ സ്റ്റോക്കാണ്. നമുക്കിവിടെ ബൈ എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്, അതുപോലെ ക്രിയേറ്റ് GTT എന്നുള്ളൊരു ഓപ്ഷനും കാണാൻ സാധിക്കും. ഇപ്പം കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1322 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിലും കുറഞ്ഞൊരു 1000 രൂപയ്ക്കൊക്കെ ആണ് നമുക്ക് ഈ സ്റ്റോക്ക് ബൈ ചെയ്യേണ്ടെങ്കിൽ നമുക്ക് GTT ക്രിയേറ്റ് ചെയ്യാം. കാരണം അതിൻ്റെ വാലിഡിറ്റി വരുന്നത് 1 വർഷമാണ്. അപ്പോൾ നമ്മളിവിടെ GTT സെലക്ട് ചെയ്തു, ബൈ കൊടുത്തു, സിംഗിൾ കൊടുത്തു, ട്രിഗർ പ്രൈസ് ആയിട്ട് നമ്മളിവിടെ 1000 കൊടുത്തു, ക്വാണ്ടിറ്റി 1 കൊടുത്തു, 1000 കൊടുത്തു. അതിനുശേഷം ക്രിയേറ്റ് GTT എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഓർഡറിൽ പോവുകയാണെങ്കിൽ GTT നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 1322 ആയിരുന്നു. 1 വർഷത്തിനുള്ളിൽ 1000 രൂപ ആകുകയാണെങ്കിൽ ഒരു ഷെയറിൻ്റെ റിലയൻസിൻ്റെ ഒരു ഷെയറിൻ്റെ പ്രൈസ് 1000 രൂപയാവുകയാണെങ്കിൽ ഇത് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് GTTക്ക് പരമായിട്ട് ഇപ്പോൾ ലോങ് ടൈം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് GTT പരമായിട്ട് നമ്മൾ ബൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. റെഗുലർ സെലക്ട് ചെയ്ത് ഏറ്റവും ക്വാണ്ടിറ്റിയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 1322-നാണെങ്കിൽ ബൈ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ബൈ ചെയ്യാം. ലോങ് ടൈം സെലക്ട് ചെയ്യുന്നു. നമുക്കിവിടെ 5-6 വർഷത്തേന് ലോങ് ടൈമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് സ്റ്റോപ്പ് ലോസ് ഒന്നും ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലിമിറ്റഡ് ഇപ്പം 1322 ഇപ്പം ഒരു 1300 മതിയെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിലും സ്വൈപ്പ് ടു ബൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ മാർക്കറ്റ് പ്രൈസിലാണ് ബൈ ചെയ്യാൻ പോകുന്നത്. സ്വൈപ്പ് ടു ബൈ എന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പം നമ്മളിവിടെ ഹോൾഡിങ്സിൽ ഇത് വന്നിട്ടുണ്ട്. പോർട്ട്ഫോളിയോയിൽ ഹോൾഡിങ്സിൽ നമുക്കിവിടെ ഇത് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കൊരു സ്റ്റോക്ക് ഇങ്ങനെ സെല്ല് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഞാൻ റിലയൻസ് തന്നെ സെലക്ട് ചെയ്തു. നമുക്കിവിടെ എക്സിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് പ്രൈസ് വെച്ചോ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടോ നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ബൈ ചെയ്ത പോലെ നമുക്ക് ക്രിയേറ്റ് GTT വഴി നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും. പ്ലസ് സെൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. സിംഗിൾ ആണെങ്കിൽ നമ്മൾ 1323-നാണ് നമ്മൾ ബൈ ചെയ്തത്. അതൊരു ട്രിഗർ പ്രൈസ് 1380 ആകുമ്പം നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ക്വാണ്ടിറ്റി കൊടുത്തു 1380 കൊടുത്തിട്ട് ക്രിയേറ്റ് GTT എന്ന് പറയുവാണെങ്കിൽ ക്രിയേറ്റ് ആവുന്നതാണ്. അതിലും അഡ്വാൻസ്ഡ് ഉള്ളതാണ്, സെല്ലിന് മാത്രം വരുന്നതാണ് OCO. ഇതിനകത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്യാൻ സാധിക്കും. നമ്മൾ 1323-ന് മേടിച്ചതാണ്. അപ്പോൾ നമുക്കതൊരു 1300 ആകുമ്പോഴത്തേനും നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ട്രിഗർ പ്രൈസ് കൊടുക്കാം 1300. അതുപോലെ തന്നെ ടാർഗറ്റായിട്ട് നമുക്ക് ആദ്യത്തെ കൊടുത്ത പോലെ 1380 കൊടുക്കാം. 1380 കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് GTT എന്ന് പറയുവാണെങ്കിൽ GTT ക്രിയേറ്റ് ആവുന്നതാണ്. നമുക്ക് GTT നോക്കുവാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം 1323-നായിരുന്നു നമ്മൾ ബൈ ചെയ്തത്. ഇപ്പോൾ 1380 രൂപയാണെങ്കിലും എക്സിക്യൂട്ട് ആവും. അതുപോലെ തന്നെ 1300 ആവുകയാണെങ്കിലും അത് എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് തന്നെ സെല്ല് ചെയ്യുവാണ്. ക്വാണ്ടിറ്റി 1 കൊടുത്തു, മാർക്കറ്റ് പ്രൈസ് കൊടുത്തു, ലോങ് ടൈം കൊടുത്തു, സ്വൈപ്പ് ടു സെൽ എന്ന് കൊടുത്തു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനകരമായി വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.